ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ, നബിയെ അങ്ങ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ഹുവല്ലാഹു അഹദ്, അവൻ അള്ളാഹു ഏകനാണെന്ന കാര്യം. അല്ലാഹു സമദ്, അവൻ ആരോടും ആശ്രയമില്ലാത്തവനാണ്, അന്യാശ്രയനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിച്ചുണ്ടായവനല്ല, അവൻ ആർക്കും ജന്മം നൽകിയിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായി ആരാരുമില്ല. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേര് പറഞ്ഞിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയ ഒരു സൂക്തം. അതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അശറ മറ, ആരെങ്കിലും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂക്തം പാരായണം ചെയ്താൽ ബനാലഹു ബിഹാ ഖസ്റും ഫിൽ ജന്ന, അള്ളാഹുവിന് സ്വർഗത്തിൽ ഒരു മാണിക്യ കൊട്ടാരം നിർമ്മിക്കും. വമൻ ഖറഅഹ 20 മറ, ആരെങ്കിലും ആത്മാർത്ഥമായി 20 തവണ ഈ സൂറ പാരായണം ചെയ്താൽ ബനാലഹു ബിഹാ ഖസ്റാനി ഫിൽ ജന്ന, അള്ളാഹുവിന് സ്വർഗത്തിൽ 2 കൊട്ടാരങ്ങൾ ഒരുക്കി വെക്കും. വമൻ ഖറഅഹ 30 മറ, ആരെങ്കിലും 30 തവണയെങ്ങാനും ഈ സൂറ ഇതിനു വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഈ ഉന്നതമായ അവസ്ഥയ്ക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്താൽ ബനാലഹു ബിഹാ സലാസത്തു ഖുസൂർ, അവൻ അള്ളാഹു 3 കൊട്ടാരങ്ങൾ പണിയും ഫിൽ ജന്ന, സ്വർഗത്തിലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.